നമ്മളിന്നലെ നൈറ്റ് വഡോദര എത്തി. ഇപ്പോൾ വഡോദരയിൽ നിന്ന് ഇവിടുത്തെ മോജോ സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമ്മുടെ വണ്ടിക്ക് ഹാൻഡിൽ ബാർ റേസേഴ്സ് ഉണ്ട്, അത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് മെയിൻ പണി. പിന്നെ ചെയിനൊന്ന് ലൂബ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിന്ന് അഹമ്മദാബാദിൻ്റെ അടുത്ത് മെഹമ്മദാബാദ് എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകും. ഇന്ന് അവിടെ സ്റ്റേ ആയിരിക്കും. ബാക്കിയൊക്കെ വഴിയെ കാണാം. ഇതിവിടെയുള്ള ഏതോ ഫേമസ് ആയിട്ടുള്ള ഫോർട്ടാന്ന് തോന്നുന്നു കണ്ടിട്ട്, വഡോദര. നോക്കി ഇവിടുത്തെ ട്രാഫിക് പോലീസൊക്കെ തലയിൽ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. വഡോദര അത്യാവശ്യം കൊള്ളാം കേട്ടോ, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ടൗൺ തന്നെയാണ്. അത്യാവശ്യം നല്ല സിറ്റിയാണ്, കാണുമ്പോഴേ ക്ലീനുമാണ്, വലിയ വൃത്തികേടൊന്നും അങ്ങനെ കണ്ടില്ല. ബ്ലോക്ക് ഉണ്ട്, ഇവിടെ എന്തോ പണി നടക്കുകയാണ് അതുകൊണ്ട്. ഓഹാ, ഇവിടെയുള്ള സെൻട്രൽ സ്ക്വയർ നോക്കി, ഇതാണ് ബറോഡയത്തെ സെൻട്രൽ സ്ക്വയർ മോൾ. നമ്മൾ എറണാകുളത്ത് കണ്ടിട്ടുണ്ട്, ഇപ്പോൾ അത് ബറോഡയിലും കണ്ടു. ഇതാണ് വഡോദര സർവീസ് സെൻറ്റർ. അങ്ങനെ നമ്മൾ അവിടുത്തെ വഡോദര ബറോഡ സർവീസ് സെൻറ്ററിൽ വെച്ച് ഹാൻഡിൽ ബാർ റേസർ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ കുറച്ചുകൂടി ഹൈറ്റ് കൂടി ബൈക്കിന്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടിയും കണ്ടില്ലേ കൈ കണ്ടോ, കുറച്ചുകൂടിയും ഫ്രീ ആയിട്ട് വയ്ക്കാൻ പറ്റും. വളരെ റിലാക്സ്ഡ് ആയിട്ട് എനിക്കിനി ഒരുപാട് ദൂരം നട്ടിൽ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ട് ചോടിക്കാം. മാത്രമല്ല ഈ ഇൻ കേസ് കുഴിയിലൊക്കെ ചാടുകയാണെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് എൻ്റെ ഷോൾഡറിലേക്ക് അത്ര കട്ടിയിൽ വരില്ല. അപ്പം അത് വളരെ വലിയൊരു ഉപകാരമാണ് ഇങ്ങനത്തെ ദൂരയാത്രയൊക്കെ ചെയ്യുമ്പം. അപ്പോൾ അത് വളരെ ശരിക്കും അത് നോട്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ചെറിയ 2 മെറ്റലിൻ്റെ പീസാണെങ്കിൽ പോലും ആ ഒരു ഹാൻഡിൽ ബാർ ഉയരം കൂടിയപ്പം നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന സുഖം അത് ഭയങ്കരമാണ്. ഇപ്പം നമ്മുടെ ക്ലച്ച് കേബിൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഈ ഹൈറ്റ് കൂടുമ്പം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്സ് നോക്കിയിട്ട് പറയും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്ലച്ച് കേബിളൊന്നും മാറ്റിയിട്ടില്ല, സെയിം ക്ലച്ച് കേബിളാണ്. ചിലവർ പറയും അത് മാറ്റുമ്പോൾ എന്താണ് തണ്ടർബേർഡിൻ്റെ അല്ലെങ്കിൽ എസ് ഡി അഡ്വഞ്ചറിൻ്റെ മാറ്റിയിടുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പം ആ ഒരു കേബിൾ തന്നെ പറ്റി. ചിലപ്പം ആ ടാങ്കിൻ്റെ അടിയിൽ കൂടെ അവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. എനിവേ നമ്മുടെ ചെയിനും ലൂബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് മീറ്റർ സെറ്റ് ചെയ്തിടും. ഏകദേശം സാധാരണ നോർമൽ യൂസൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു 600 കിലോമീറ്ററിനുള്ളിൽ മാറ്റാറുണ്ട്. ഇതിപ്പം ലോങ് റൈഡൊക്കെ ആകുമ്പോൾ അതൊരു 800 വരെ ഞാൻ നീട്ടാറുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഒരു 2 ദിവസം കൊണ്ടൊക്കെ ചിലപ്പം 2 അല്ല ഒരു 3 ദിവസം കൊണ്ടൊക്കെ നമ്മൾ 800 ടച്ച് ചെയ്യുമല്ലോ. അപ്പം ലൂബ് അങ്ങനെ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത്രയും നല്ല സർവീസ് തന്നതിന് അവിടെയുള്ള ജാവ മോട്ടോഴ്സിന് നന്ദി പറയുന്നു. അവിടെയുള്ള അജിത് ഭായ് ഉണ്ട്, അപ്പോൾ അജിത് ഭായ് ആണ് അവിടുത്തെ സർവീസിന് സപ്പോർട്ടൊക്കെ തന്നത്. ആൾ പറഞ്ഞു ഇനി രാജസ്ഥാൻ പോയാലും ഈവൻ കാശ്മീരിലാണെങ്കിലും ആൾക്ക് ജാവ സർവീസ് സെൻറ്റേഴ്സിൽ അത്യാവശ്യം കണക്ഷൻ ഉണ്ട്. അപ്പം എന്താവശ്യം വന്നാലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു സപ്പോർട്ടാണ് നമുക്ക്. കൂടുതൽ സർവീസ് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ആവശ്യത്തിന് ആൾ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോഴേ അത് ഭയങ്കര ഒരു ആശ്വാസമാണ്. എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് എളുപ്പം ചെയ്യാമല്ലോ. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇപ്പോൾ എനിക്ക് ഹാൻഡിൽ ബാർ റേസർ വെച്ചുകൊണ്ട് എളുപ്പത്തിൽ മാനുവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടില്ലേ, വേഗം വളച്ചെടുത്തുകൊണ്ട് പോകാനൊക്കെ പറ്റുന്നുണ്ട്. ഈ ഹാൻഡിൽ ബാർ റേസ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെ ഹൈറ്റ് കൂടുമല്ലോ. അപ്പോൾ നമ്മളുടെ മിറർ കുറച്ചുകൂടി ഒന്ന് ടോളായി. ഞാൻ സ്റ്റോക്ക് മഹീന്ദ്ര മോജോൻ്റെ മിറർ മാറ്റി ടി വി എസ് അപ്പാച്ചെ RTRൻ്റെ മിറർ വെച്ചിരുന്നു. അപ്പോൾ തന്നെ കുറച്ച് ഹൈറ്റ് കൂടി. ഇപ്പോൾ ഹാൻഡിൽ ബാർ റേസേഴ്സും കൂടെ വെച്ചപ്പോൾ മിററിൻ്റെ ഹൈറ്റ് ഒന്നുകൂടിയും കൂടിയുണ്ട്. അപ്പം കൊള്ളാം, നമുക്ക് ആ ഒരു വ്യൂ കുറച്ചുകൂടി ബെറ്ററായിട്ട് കിട്ടും. ഈവൻ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ പോലും നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. ഇതല്ലേ, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ ഒരു നല്ല വിധം ഏരിയ നമുക്കിതിൽ കവറായി കിട്ടുന്ന പോലെയുണ്ട്. ഹൈവേയിൽ അത് ഗുണം ചെയ്യും, ഈവൻ സിറ്റീസിലും നല്ലതാണ്. നമ്മൾ വഡോദര സിറ്റിയിൽ കുറച്ച് നേരമായിട്ടോ, ഇതൊന്ന് ഏകദേശം ഇന്ന് ചുറ്റി കണ്ടു മെയിൻ ഭാഗങ്ങളൊക്കെ. കാരണം രാവിലെ മുതൽ ഒരു ഭാഗത്ത് നിന്ന് സർവീസ് സെൻറ്റർ തപ്പി 14 കിലോമീറ്റർ ചുറ്റി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവർ വണ്ടി ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് സെയിൽസ് ഓയിലിൻ്റെ
2 സ്റ്റിക്കർ പോയി. അപ്പോൾ അതൊന്ന് ഒട്ടിക്കാൻ വേറെ സ്ഥലത്ത് പോയിരുന്നു. അവിടെ കുറച്ച് നേരം പോസ്റ്റായി. ഇപ്പോൾ അതൊന്ന് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും വഡോദര സിറ്റി തന്നെ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൈവേയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. മെഹമ്മദാബാദ് എന്നാണ് ഞാൻ പറഞ്ഞത്, അഹമ്മദാബാദ് അല്ല. മെഹമ്മദാബാദ് അഹമ്മദാബാദിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അഹമ്മദാബാദിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ മുമ്പായിട്ട് നമ്മൾ ഇവിടെ നിന്ന് സൗത്ത് നിന്ന് പോകുമ്പോൾ. ഞാൻ അഹമ്മദാബാദ് ടച്ച് ചെയ്യണ്ടാവില്ല. ഇവിടുന്ന് അവിടെ 1-2 പേര് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണണം. അഹമ്മദാബാദ് ടൗണിലേക്ക് ഞാൻ പോകുന്നുണ്ടാവില്ല. കാരണം 1-1.5 ദിവസം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പതുക്കെ വിടാമെന്നാണ് വിചാരിക്കുന്നത്. ചെറിയൊരു ചുമ പോലെയുണ്ട്. നമുക്ക് നോക്കാം, പൊടിയുടെ ആണോ എന്നറിയില്ല. ഈ മുകളിൽ കാണുന്നത് ഹൈവേ എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ പതുക്കെ വീണ്ടും തിരിച്ച് ഹൈവേയിലേക്ക് കയറുകയാണ്. അവിടെ ഒരു ബോർഡ് കണ്ടു, വഡോദര മുനിസിപ്പൽ കോർപ്പറേഷൻ എൻഡ്സ്, വിച്ച് മീൻസ് ഗുഡ് ബൈ വഡോദര, ഗുഡ് ബൈ ബറോഡ. കണ്ട, അഹമ്മദാബാദിലേക്ക് 105 കിലോമീറ്റർ ആണ് ഉള്ളത്. നമുക്ക് ഏകദേശം ഒരു 60-65 ഉണ്ടാവും. അങ്ങനെ നമ്മളിതാ 6 ലൈൻ ഹൈവേ, മുംബൈ അഹമ്മദാബാദ് ഹൈവേ ആണിത്. നമ്മളിതിലേക്ക് കയറിയിരിക്കുന്നു. ഇപ്പോൾ ഇനി വേണമെങ്കിൽ കുറച്ച് സ്പീഡിലൂടാം. കുറച്ച് കഴിയുമ്പോൾ എക്സ്പ്രസ് ഹൈവേ വരും, അതിൽ കയറാൻ പാടില്ല. അതിൽ കയറിയാൽ ഫൈൻ അടിക്കും. ഇത് പഴയ NH തന്നെയാണ്. എക്സ്പ്രസ് ഹൈവേ വേറെ ഉണ്ട്. ഇന്നും മഴയൊന്നും കാണുന്നില്ല. ഇന്നലെ നമ്മൾ നനഞ്ഞ് കുളിച്ചു. അതുകൊണ്ട് എന്താ ഈ എൻ്റെ ജാക്കറ്റ് ഒന്ന് കുറച്ച് വൃത്തിയായി. എൻ്റെ അമ്മ, എന്തത് ബോർഡ് കണ്ടില്ലേ, ഡൽഹി 1004 കിലോമീറ്റർ. അത് അടിപൊളി. 1000 കിലോമീറ്ററൊക്കെ ഇങ്ങനത്തെ റോഡ് കിട്ടിയ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു പറ്റാണ്ടൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളൊരു 15 മണിക്കൂറെങ്കിലും വണ്ടി ഓടിക്കേണ്ടി വരും സുഖമായിട്ട് പോകാൻ. ഇടയിലൊരു 2-3 മണിക്കൂർ ബ്രേക്കും എടുക്കേണ്ടി വരും. അപ്പോൾ 15, 3, 18, ബാക്കി ഒരു 6 മണിക്കൂർ കിട്ടും. അതായത് രാവിലെ ഒരു 4 മണിക്ക് പോട്ടെ, 3:30 പുറപ്പെട്ട വൈകുന്നേരം ഒരു 6:30 പ്ലസ് ഒരു 2 മണിക്കൂറും കൂടെ കൂട്ടാം. പറ്റായിക്കൊന്നുമില്ല കേട്ടോ. അത് നമ്മൾ നോക്കാൻ വിട്ടുപോയി. നമ്മൾ വഡോദരയിൽ നിന്ന് വിട്ടില്ലേ, ആ ഒരു ടൈമിൽ, ഏകദേശം ആ ഒരു ടൈമിൽ നമ്മുടെ ജേണിയിലെ 4000 കിലോമീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് കിലോമീറ്ററുകൾ കൂടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓരോ സ്റ്റോപ്പുകൾ നമ്മളെ ദൂരം ഇനി നല്ല അധികമുണ്ട്. ഓരോ തന്നെ സ്ഥലം ഗുജറാത്താണ്, നല്ല റോഡാണ്. നമുക്ക് പെർ ഡേ മാക്സിമം നല്ല ദൂരം കവർ ചെയ്യാൻ പറ്റും. ഇവിടെ ഗിർ വനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗിർ ഫോറസ്റ്റ്. സിംഹങ്ങളുള്ള കാടാണ്. പക്ഷേ ആ നാഷണൽ പാർക്ക് ഇപ്പം നിലവിൽ ക്ലോസ്ഡ് ആണ്. ബ്രീഡിങ് ടൈമും മഴക്കാലവും 2 കാരണങ്ങൾ കൊണ്ട് അതിപ്പോൾ ക്ലോസ്ഡ് ആണ് എന്നാണ് അറിഞ്ഞത്. പക്ഷേ നമ്മളവിടെ ഗിർവനത്തിലൊരു മലയുണ്ട്. മുകളിൽ, ഏറ്റവും മുകളിൽ വരെ കയറി തിരിച്ച് ഇറങ്ങണം. ഒരുപാട് ദൂരം കാട്ടിൽ കൂടെയാണ്. ആൾക്കാരുണ്ടാവില്ല എന്നൊക്കെ അവിടെ പോകുമ്പോഴേ അറിയുള്ളൂ. എനിവേ നമ്മളത് മുഴുവൻ കയറി ഇറങ്ങും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സോംനാഥ് പോവും. സോംനാഥിൽ നിന്ന് സോംനാഥിലൊരു ജ്യോതിർലിംഗമുണ്ട്. അപ്പോൾ അത് സന്ദർശിക്കണം. അത് കഴിഞ്ഞിട്ട് ദ്വാരക കഴിഞ്ഞ് ദ്വാരകയുടെ അടുത്ത് തന്നെയാണ് നാഗേശ്വര ജ്യോതിർലിംഗം. അപ്പോൾ നമ്മളെ 7ാമത്തെ ജ്യോതിർലിംഗമാണത്. നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിൽ 7ാമത്തെ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ദ്വാരക വിട്ടാൽ പിന്നെ നല്ല സ്ട്രെച്ച് ഒരു റൈഡ് ഉണ്ട്. അപ്പം അത് നമുക്ക് വഴിയെ കാണാം. എനിവേ, അപ്പോൾ ഇതൊക്കെയാണ് ഗുജറാത്തിലെ നമ്മളെ റൂട്ട് മാപ്സ്. ഓക്കെ, ഹൈവേ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ ഹൈവേ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരുപാട് ദൂരം പോകാൻ പറ്റും. നല്ല 6 ലൈൻ ഹൈവേ ആണ്. കുറച്ച് ട്രാഫിക് ഉണ്ട്, കാരണം ഇപ്പോൾ സമയം 5:30 ആവാൻ പോകുന്നു. ആ ഒരു ട്രാഫിക് ടൈം തന്നെയാണ്. എങ്കിൽ പോലും റോഡ് അതിഗംഭീരം.
നമ്മളിപ്പം ഹൈവേ വിട്ടു നദിയ ബൈപ്പാസ് റോഡ് കാരണം ഇവിടെ ഇപ്പോൾ 5:50 എപ്പോഴും സൂര്യനെ കണ്ടില്ലേ, സൂര്യൻ മുകളിലുള്ളത് ഇന്നലെ ഞാൻ കാണിച്ചു. ഇവിടെ 7 മണി വരെയൊക്കെ നല്ല പോലെ വെളിച്ചമുണ്ട്. 7:40 ആകുമ്പോഴും ചെറിയ രീതിയിൽ വെളിച്ചം കാണാം.